എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവണം ഇപ്പോൾ എത്താൻ പോവുകയാണ്. ഫെബ്രുവരി 24 19ാമത്തെ ഗഡുവണത്തിന്റെ ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് തന്നെ കേന്ദ്രം 2019 മുതൽ ഇതുവരെ എല്ലാ വർഷവും എത്ര പേർക്ക് ലഭിച്ചു, എത്ര പേർക്ക് ലഭിക്കാതിരുന്നു എന്നുള്ള ലിസ്റ്റുകളെല്ലാം പുറത്തുവിട്ടിരിക്കുകയാണ്. എത്ര പേര് തിരിച്ചടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 11,56,000 പേരാണ് ഇതിൽ അനർഹരായിട്ട് നിൽക്കുന്നത്. ഈ അനർഹരായി എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതല്ല. ബെനിഫിഷ്യറീസ് ആയിട്ടും ഇവർ പല കാര്യങ്ങളും ചെയ്തു തീർക്കാത്തവരാണ്. ലാൻഡ് സീഡിങ്, EKYC, ബാങ്ക് സീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ വന്നിട്ടുള്ളവരാണ് ഈ 11,56,000 പേരും. അതിൽ ഇപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരും ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 11,56,000 പേരുടെ ലിസ്റ്റ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും പേർക്ക് ലഭിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാൻഡ് സീഡിങ് ചെയ്യാത്തവർ 2022 മെയ് മാസം മുതലാണ് ലാൻഡ് സീഡിങ് എന്നൊരു നിയമം വന്നത്. അപ്പോൾ ഇത് പ്രകാരം നിരവധി ആൾക്കാർ ആദ്യം തുടക്കം മുതൽ അപേക്ഷിച്ചു. പക്ഷെ അത് ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ 2022 വന്നപ്പോൾ ലാൻഡ് സീഡിങ് ചെയ്യണമെന്ന് വന്നപ്പോൾ ഭാര്യയുടെ പേരിൽ സ്ഥലം തെളിയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ലാൻഡ് സീഡിങ് അപ്രൂവൽ ആകത്തില്ല. അങ്ങനെ ലാൻഡ് സീഡിങ് ഫെയിൽഡ് ആയിട്ടുള്ളവരുണ്ട്. അവർക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. എത്ര തുക വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും തുക നിങ്ങൾ ആ 2022 വരെ വാങ്ങിച്ചിട്ടുള്ള തുക നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് അതിനകത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. അതല്ല, വീണ്ടും അത് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും റവന്യൂ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. എല്ലാ വർഷവും വരുന്ന പോലെ തന്നെ ഈ വർഷവും വന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ബ്ലോക്ക് ആക്കിക്കൊണ്ട് തന്നെ ഈ തുക നിങ്ങൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യം വരും. വീണ്ടും നിങ്ങൾ ആ തുക തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ EKYC ചെയ്യാത്തവരുണ്ട്. പലരും പല സംസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ EKYC ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. പലരും ബാങ്കിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. ബാങ്കിന്റെ DBT എനേബിൾഡ് അല്ലാത്തതുകൊണ്ട് തുക ലഭിക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധാർ പുതുക്കാത്തവര്. അങ്ങനെയുള്ളവർക്കും ഈ പ്രാവശ്യം PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം എത്തുന്നതല്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആധാർ പുതുക്കിയിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് മാറിയിട്ടുണ്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതും രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല. ഇനി 10-11 ദിവസം കൂടി മാത്രമേ ഉള്ളൂ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവണം ലഭിക്കാനായിട്ട്. അതിനായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും OTP കൊടുത്ത് നമ്മുടെ സ്റ്റാറ്റസിൽ കയറുക. സ്റ്റാറ്റസിൽ സാധാരണ കയറുന്ന പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് സ്റ്റാറ്റസ് നോക്കേണ്ടതെന്നുള്ളത്. അതിൽ കയറിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ലാൻഡ് സീഡിങ് എന്നുള്ളത് കാണാം. അവിടെ താഴെ ആധാർ സീഡിങ്, ആധാർ ബാങ്ക് സീഡിങ് എന്നുള്ളത് കാണാം. അതിന്റെ തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ആധാറിന്റെ പേജിലേക്കാണ് വരുന്നത്. ലോഗിൻ എന്നുള്ളത് അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ആധാർ നമ്പർ. ആരുടെ പേരിലാണോ അപേക്ഷിച്ചിരിക്കുന്ന ആ ബെനിഫിഷ്യറിയുടെ തന്നെ ആധാർ നമ്പർ അവിടെ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആധാറിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. അപ്പൊ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ നോക്കുക. അവിടെ കംപ്ലീറ്റ് എന്നുള്ളത് കാണുക. അപ്ഡേറ്റ് ഹിസ്റ്ററിയിൽ അവിടെ കംപ്ലീറ്റ് എന്നായിട്ടുണ്ടോ നോക്കുക. അതാണ് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി. ഏറ്റവും താഴെ കാണുന്ന അവിടെ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് അവിടെ കംപ്ലീറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് ആധാർ സീഡിങ് എന്നുള്ളത് കാണാം. ആധാർ സീഡിങ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് ഏതാണ് എന്നുള്ളത്, ഇപ്പോൾ നമുക്ക് കറന്റ് നമ്മൾ ഏത് ബാങ്കിലാണ് സീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ DBT ഏത് ബാങ്കിലാണ് എനേബിൾഡ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആധാർ ബാങ്ക് സീഡിംഗ് എന്നുള്ളതിനകത്ത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ അപ്ഡേറ്റ് എന്നുള്ളത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സീഡിംഗ് എന്നുള്ളതിനകത്ത് അവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പൈസ വരുന്നത് ഈ ഒരു ബാങ്കിലേക്കായിരിക്കും. പലർക്കും ബാങ്കുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബാങ്ക് മാറിയിട്ടുണ്ടോ, നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ ആരെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യുക. ബാങ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ബാങ്കിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. EKYC ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇനി 11 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.